പക്ഷേ പശ്ചിമബംഗാളിൽ വോട്ടെണ്ണൽ സൂപ്പർവൈസർമാരായ കേന്ദ്ര സർക്കാർ ജീവനക്കാരെ നിയോഗിച്ചതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് നൽകിയ ഹർജിയിൽ ഇടപെടാതെ സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിന്റെ അന്തസത്ത പാലിക്കണം എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. PRL വിവരങ്ങളുമായി ചേരുന്നു. അരവിന്ദ്, ഇലക്ഷൻ കമ്മീഷനും അവിടെ ഒരു സേ കൂടുതലുണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് മറിച്ചൊരു തീരുമാനം TMCയും സുപ്രീം കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കാനിടയുണ്ടോ അരവിന്ദ്? എന്തായാലും വാദം പൂർത്തിയായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് തൃണമൂൽ കോൺഗ്രസിന്റെ തിരിച്ചടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് പ്രധാനമായി വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ സൂപ്പർവൈസറായി നിയമിച്ച ഉത്തരവിൽ ഇടപെടാൻ ഇപ്പോൾ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും തൃണമൂൽ കോൺഗ്രസ് അടക്കം ചൂണ്ടിക്കാണിച്ചത് സംസ്ഥാന സർക്കാർമാരെ ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ വോട്ടെണ്ണൽ സൂപ്പർവൈസർമാരായി നിയമിച്ചിരുന്നില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ജീവനക്കാരെ മാത്രമാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ചത്. ഇത് തീർത്തും ഭരണഘടനാ വിരുദ്ധമെന്നതാണ് തൃണമൂൽ കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചത്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം വ്യക്തമാക്കിയത് കൃത്യമായി നിയമം ഇതിലുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് അത് നിയമത്തിന് അനുസൃതമെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ഈ ഉത്തരവിൽ ഇടപെടാൻ ഇപ്പോൾ സുപ്രീം കോടതി തയ്യാറാകാതിരുന്നത്. കമ്മീഷന്റെ ഉത്തരവിന്റെ അന്തസത്ത പാലിക്കണമെന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമായും ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് റിട്ടേണിംഗ് ഓഫീസർ അടക്കം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. റിട്ടേണിംഗ് ഓഫീസർക്കാണ് പരമാധികാരമായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്തരം ആശങ്കകൾ അത് ആവശ്യമില്ലാത്തതാണെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതുകൂടാതെ തന്നെ ഓരോ സ്ഥാനാർത്ഥിക്കും അവരുടെ കൗണ്ടിംഗ് ഏജന്റുമാർ കൃത്യമായി തന്നെ ഈ പോളിംഗ് ബൂത്തുകളിൽ കാണും. അപ്പോൾ ഇത്തരം ആശങ്കയ്ക്ക് ആവശ്യമില്ല എന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുകയും ഈ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ ഉത്തരവിൽ ഇടപെടുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തത്. ഇതിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദങ്ങൾ സുപ്രീം കോടതി അംഗീകരിച്ചിരുന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. നേരത്തെ കൽക്കത്ത ഹൈക്കോടതിയും സമാനമായ രീതിയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഹർജി തള്ളിയിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇന്നലെ തൃണമൂൽ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ എത്തുകയും ഇതിലൊരു അടിയന്തര വാദം ഇന്ന് സുപ്രീം കോടതി കേൾക്കുകയും ചെയ്തു. എന്നാലും കേന്ദ്ര സർക്കാർ ജീവനക്കാരെ ഇത്തരത്തിൽ വോട്ടെണ്ണൽ സൂപ്പർവൈസർമാരായി നിയമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ ഇടപെടുന്നില്ല എന്ന് തന്നെ ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.